ഗൈസ്, ഇന്ന് നമുക്കൊരു വണ്ടി ഒരു കംപ്ലൈന്റ് ആയിട്ട് ചെക്കിങ്ങിന് വന്ന അവരുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോക്കിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ, അതേപോലെ റൂഫ് ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, ഇതിന്റെ ഡോർ സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ലൈനാണ് ഈ സിൽ പ്ലേറ്റ്, ലൈറ്റുള്ള സിൽ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അതിന്റെ ലൈൻ ഷോർട്ടായി ഓൾറെഡി വയർ ഉരുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇതിന്റെ സെൻട്രൽ ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാഞ്ഞതും റൂഫ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലൈറ്റുള്ള സിൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചവിട്ടി കയറുന്ന വശമാണ്, വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇവിടെ ഷോർട്ട് ആവാനുള്ള ചാൻസസ്, പ്രോപ്പർലി ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ ഷോർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ പോലും ഈ LED ബോർഡിൽ നിന്ന് ഈ വയറൊന്ന് വിട്ട് അടുത്ത ലൈനിലോട്ട് മുട്ടിയാൽ മതി, സാധനം ഷോർട്ട് ആവും. ഇപ്പം കഴിവതും നമ്മൾ വണ്ടികളിൽ ഈ സിൽ പ്ലേറ്റുകൾ ലൈറ്റ് ഉള്ളത് ഉപയോഗിക്കാതെ നമ്മൾ കൂടുതലും SS സിൽ പ്ലേറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ല നമുക്ക് ഇഷ്ടം ലൈറ്റ് ഉള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്.